ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അച്ഛൻ്റെ നൈറ്റാണ് കേട്ടോ. ഇപ്പം സമയം 10 മണിയായിട്ടുണ്ട് രാത്രിയിൽ. അപ്പം ഞാൻ ഇപ്പം വീഡിയോ എടുക്കാനുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ഞങ്ങൾ രണ്ടുപേര് ട്രാവൽ ചെയ്യാനായിട്ട് പോവാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു ആദ്യത്തെ ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഡെസ്റ്റിനേഷൻ ഏതാണെന്നൊക്കെ പിന്നെ പറയുന്നതായിരിക്കും. എന്തായാലും നാളത്തെ ദിവസം ഫുള്ള് പാക്കിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തുന്നു പിന്നെ അതിന് മുന്നേ എന്തായാലും ഒരു ഇൻട്രോ ഒക്കെ എടുക്കാമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇൻട്രോ പറഞ്ഞ് ലാഗ് അടുപ്പിക്കുന്നില്ല. വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് J&S. ഞാൻ അടുക്കി വെക്കുന്ന സമയത്ത് ഞാൻ കണ്ടതാണ് കേട്ടോ. ഇത് ഞാൻ നേരത്തെ തെമൂന്ന് മേടിച്ചതായിരുന്നു. ഇത് എക്സ്റ്റെൻഡബിൾ ബോട്ടിലാണ്. കണ്ടോ, ഇനി എത്ര ഹൈറ്റ് ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും. പിന്നെ ഇത് അതുപോലെ എക്സ്റ്റെൻഡബിൾ മഗ് എന്നാണ് പറയുന്നത്. ഇതൊരു കുഞ്ഞ് ടിഫിൻ ബോക്സ് ആണ്. ഇത് കീത്തോ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു ബോട്ടിലായിരുന്നു. ഇതും എക്സ്റ്റെൻഡബിൾ ആണേ. ഇത് ഞാൻ കാണിച്ചു തരാവേ. അവിടെ ഇരിക്കുന്ന ആ ഫ്ലവേഴ്സ് ഞാൻ കഴുകാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത്, അയ്യോ ഇതെന്ത് ഇങ്ങനെ ഇരിക്കുന്നത്? ഇപ്പൊ കറക്റ്റ് ആയില്ലേ? എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. അത് ഭയങ്കര ക്യൂട്ടല്ലേ കാണാൻ. ആയതുകൊണ്ടാണ് എനിക്ക് ഈ ക്യൂട്ട് സാധനം ഗിഫ്റ്റ് തന്നത്. എന്തായാലും ഇതിനെ നമ്മൾ ഈ പ്രാവശ്യം എടുക്കുന്നുണ്ട്. ഇത് ഞാൻ തെമൂന്ന് മേടിച്ച സാധനമാണ്. ഇതും അതുപോലെ തന്നെ ഉള്ള ഹൈറ്റ് ആണ്. ക്യൂട്ടല്ല കേട്ടോ. ഇതും സെയിം ഹൈറ്റ് ആണ്. അപ്പൊ ഞാൻ ഓർത്ത് ഇത് അച്ചുവിനെ, ഇതെനിക്ക്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് റിസൈൻ ചെയ്ത ആ ടൈമിൽ ആമസോണിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ മേടിച്ച സാധനമാണ് ഈ ഒരു എക്സ്റ്റെൻഡബിൾ മഗ്. കഴുകിയെടുക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ആ ബെൽറ്റങ്ങ് വെച്ചാൽ മതി. അപ്പം അതങ്ങനെയായി. ഇനി നമുക്ക് ഒരു കുഞ്ഞ് ടിഫിൻ ബോക്സ് ഉണ്ട്. ഇതും ഞാൻ ആമസോണിൽ നിന്ന് റിസൈൻ ചെയ്യുന്ന ആ ഒരു ടൈമിൽ മേടിച്ചതാണേ. ഈ ഒരു സ്റ്റോറേജ് പീസ് ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു കുഞ്ഞ് സോസ് വെക്കുന്ന ആ ഒരു പാത്രം കൂടെ ഉണ്ട്. ഇത്രയും നമുക്ക് കഴുകിയിട്ട് ഇനി നമുക്ക് പോയി കിടക്കാം. എന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പാക്കിങ് കാര്യങ്ങളൊക്കെ എനിക്ക് തുടങ്ങാം. അപ്പൊ ഇനി ഞാൻ കിടക്കാനായിട്ട് പോവാണേ. ഇപ്പൊ സമയം 2:15 വെളുപ്പിനെ ആയിട്ടുണ്ട്. കാരണം എനിക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. എനിക്കിനി നാളെ എണീറ്റിട്ട് കുറച്ചേറെ പണികളുണ്ട് ചെയ്യാനായിട്ട്. മെയിൻ പരിപാടികളാണ് അതെല്ലാം. അപ്പോൾ എനിക്കതെല്ലാം ചെയ്ത് കഴിഞ്ഞാലേ നാളെ കിടക്കാനായിട്ട് പറ്റത്തുള്ളൂ. നാളെ കഴിഞ്ഞ് എനിക്ക് ഡ്യൂട്ടിയാണ്. ഈ നാളെ കഴിഞ്ഞത് ഞാൻ ഉദ്ദേശിക്കുന്നത് സൺഡേ ആണ് കേട്ടോ. ഇന്ന് സാറ്റർഡേ ആയി. പക്ഷെ എൻ്റെ വിചാരം ഇന്ന് ഫ്രൈഡേ ആണെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ മിണ്ടുന്നത്. എന്തായാലും എനിക്ക് സൺഡേ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ സാറ്റർഡേ ഫുൾ എനിക്ക് ഇരുന്ന മെയിൻ പരിപാടികളെല്ലാം ചെയ്ത് തീർത്താലേ പറ്റത്തുള്ളൂ. അങ്ങനെ നേരം വെളുത്തു പിറ്റേ ദിവസമായി. ഇന്നത്തെ ദിവസമാണെങ്കിൽ എനിക്ക് മൊത്തം ഇരുന്ന് പാക്ക് ചെയ്ത് നടന്നാലേ പറ്റത്തുള്ളൂ. കാരണം നാളെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. നാളെ രാത്രി തന്നെയാണ് നമ്മൾ ട്രിപ്പിനോട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ തൊട്ടുള്ള ഡ്യൂട്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളിപ്പോൾ ഡെയിലി വ്ളോഗ്സ് ഒക്കെ കണ്ട് മടുത്ത് കാണത്തില്ലേ? ട്രിപ്പിന് പോകേണ്ട ഒരു അവസ്ഥയും കൂടെ ആയതുകൊണ്ട് ഫ്രിഡ്ജ് എന്തായാലും എനിക്ക് എംറ്റി ആക്കിയാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 2 ദിവസമായിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കുക്കിങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടേ ഇല്ല. ഇന്നലെ തൊട്ടാണെങ്കിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്താണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതും ഓർഡർ ചെയ്യുന്ന ഫുഡുകളൊക്കെ 2 നേരം വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും കഴിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാമെന്ന് വെച്ചു. ഞാൻ ബണ്ണ് നേരത്തെ മേടിച്ച് വെച്ചതുകൊണ്ട് ബണ്ണും ആ ഒരു ബാക്കി വന്ന കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഇവിടുന്ന് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് മേടിച്ചത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നല്ല ഫുഡൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മറ്റേ റീഡിഫ്യൂസറല്ലേ ഞാൻ ഉണ്ടാക്കിയത്. അതിനകത്തുള്ള എസെൻഷ്യൽ ഓയിൽ ഈ പ്രാവശ്യം ഒരു ഓറഞ്ച് ഫ്രേഗ്രൻസ് ഉള്ളത് സെറ്റ് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഞങ്ങളുടെ ഹെഡ്സെറ്റും പവർ ബാങ്കും വാച്ചും ഈ സാധനങ്ങളെല്ലാം ഇനി ഒന്ന് ചാർജ് ചെയ്ത് വെക്കണമല്ലോ. നാളെ ആണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നാളെ എനിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഈ കാര്യത്തിലൊന്നും എനിക്ക് തിരിഞ്ഞു നോക്കാനേ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കാമെന്ന് വെച്ചു. അങ്ങനെ ഈ ഒരു ഹെഡ്സെറ്റ് ഞാൻ ആമസോണിൽ നിന്ന് റിസൈൻ ചെയ്ത ആ ഒരു ടൈമിൽ ആമസോണിൽ ഉണ്ടായിരുന്ന പോയിന്റ്സ് വെച്ചിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. JBL ഹെഡ്സെറ്റ് ആണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഇന്ന് വരെ ആ ഹെഡ്സെറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ എടുത്തപ്പോഴാണ് നോക്കിയത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. കുഴപ്പമില്ലാതെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല രസമൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഉള്ളതെന്നുള്ളത്. അങ്ങനെ ലിസ്റ്റ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പതുക്കെ ഈ ഒരു ബാഗിനകത്താണ് നമ്മൾ ട്രാവൽ കിറ്റ്സ് എല്ലാ സാധനങ്ങളും ഇരിക്കുന്നത്. അങ്ങനെ ഈ ഒരു ബാഗ് ഞാൻ മേളിൽ നിന്ന് എടുത്തിട്ട് അതിനകത്തുള്ള ഓരോ ട്രാവൽ കിറ്റ്
കുഞ്ഞു കുഞ്ഞു ബാഗ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് പുറത്ത് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിനകത്ത് എനിക്ക് ഓരോ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ക്ലോത്ത്സിന് സെക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ ലിസ്റ്റ് എഴുതിയപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഞാൻ ഡിവൈഡ് ചെയ്ത് എഴുതിയത്. കോസ്മെറ്റിക്സ്, ക്ലോത്ത്സ് തന്നെയാണെങ്കിൽ ഹോം ക്ലോത്ത്സ്, മറ്റേ പുറത്ത് കൊണ്ടുവന്ന ക്ലോത്ത്സ്, അങ്ങനെയൊക്കെയാണ് എഴുതിയത്. അങ്ങനെ ലിസ്റ്റൊക്കെ അങ്ങനെ അന്ന് എഴുതിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ തലേദിവസമാണെങ്കിലും പെട്ടെന്ന് പാക്കൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ലിസ്റ്റ് ഞാൻ ഫോണിലും കൂടെ എഴുതിയതുകൊണ്ട് ഇനി എപ്പോഴെങ്കിലും നമ്മൾ വേറെ ട്രിപ്പിനൊക്കെ പോവുകയാണെങ്കിലും ഈ സെയിം ലിസ്റ്റ് തന്നെ നോക്കിയാൽ മതിയല്ലോ, വേറെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. പിന്നെ കുറച്ച് സ്നാക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം എന്നൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഒരു റെയിൻകോട്ടാണ്. ഇത് റെയിൻകോട്ടിൻ്റെ ബോൾസാണ്. ഇത് ഞാൻ തെമൂന്നായിരുന്നു മേടിച്ചത്. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് റെയിൻകോട്ട് നമുക്ക് കിട്ടും. അപ്പോൾ മഴയൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നമുക്കത് എടുക്കാമല്ലോ. ട്രിപ്പിന് പോയപ്പോൾ ഞാനിങ്ങനെ അന്ന് നിറച്ച് വെച്ചതാണ് കേട്ടോ. ഇത് ടോണറാണ്. ഇത് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ എടുക്കുന്നില്ല. ഇത് മോയ്സ്ചറൈസർ, ഇത് ബോഡി ലോഷൻ, ഇത് ഫേസ് വാഷ്. അപ്പോൾ ഇതിനെല്ലാം നമുക്കൊന്ന് ലേബിൾ ചെയ്ത് വെക്കാം. കാരണം ഇൻ കേസ് എല്ലാം കൺഫ്യൂഷനായി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ പണിപ്പാളും. ഇനി ഞാൻ വേറൊരു സാധനം എടുക്കുന്നത് ഇതാ, ഈ ഒരു ടവലാണ്. ഇത് കണ്ട ഒരു ടാബ്ലറ്റിൻ്റെ ലുക്ക് പോലെയാണ് ഇരിക്കുന്നത്. ഇത് വെള്ളത്തിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് എക്സ്പാൻഡ് ആയി വരും. അപ്പോൾ ഇത് എൻ്റെ കയ്യിലൊരു 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഞാൻ 4 എണ്ണം എൻ്റെ ഹാൻഡ് ബാഗിനകത്ത് വെച്ചിട്ട് മറ്റേ 2 എണ്ണം ഈ ഒരു ടോയ്ലറ്റ് ഫ്രീ ബാഗിനകത്ത് വെക്കാമെന്ന് വെച്ചു. ഇനി നമുക്ക് ഓരോന്നായിട്ട് പാക്ക് ചെയ്യാം. ഇനി എനിക്ക് ഒരു മോയ്സ്ചറൈസറും കൂടെ വെക്കാനായിട്ടുണ്ട്. അത് മോയ്സ്ചറൈസർ വേണ്ട പറയാം, ഒരു വാസ്ലിൻ ബോഡി ലോഷനാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനത്തെ ഒരു പാട്ട ഇവിടെ നിന്ന് അങ്ങ് എടുക്കാമെന്ന് വെച്ചു. ഇത് എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഇരുന്നതായിരുന്നു, ഞാൻ എന്തിനോ മേടിച്ചതാണ്. അപ്പോൾ ആ ഒരു പാട്ടയ്ക്കകത്ത് ഞാൻ ഒരു വാസ്ലിൻ നിറച്ച് വെക്കാമെന്ന് വെച്ചു. എന്നിട്ട് നമുക്ക് ഈ ലേബിൾസ് എല്ലാം എടുത്തിട്ട് ഓരോന്നായിട്ട് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാം. ഷോർട്ട് ട്രിപ്പ് ആണെങ്കിലും ലോങ് ട്രിപ്പ് ആണെങ്കിലും എനിക്കിങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് പാക്ക് ചെയ്യുന്നത് ഭയങ്കര നിർബന്ധമാണ്. കാരണം എനിക്ക് ഓരോ സമയത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഓരോ സാധനങ്ങൾ എടുക്കുന്നതിനെക്കാട്ടും എനിക്ക് നല്ലത് ഏതൊക്കെ സാധനങ്ങൾ എവിടേക്കാണ് വെച്ചതെന്നുള്ളത് എനിക്ക് നല്ല ഓർമ്മയായിരിക്കും. അപ്പോൾ ഈ ഓർഗനൈസ്ഡ് രീതിയിൽ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് പിന്നെ റിലാക്സ്ഡ് ആയിട്ട് ട്രിപ്പ് അങ്ങ് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ അടുക്കി വെച്ച് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാത്തിനെയും ലേബിളൊക്കെ ചെയ്ത് സെറ്റാക്കി വന്നിട്ടുണ്ട്. ഇപ്പം ഇതിനൊക്കെ ഇടയ്ക്ക് എനിക്ക് വീട്ടിലെ കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ അലക്കി വെച്ച തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കണം. എന്നിട്ട് പിന്നെ വീണ്ടും 2 സെറ്റ് തുണികളൊക്കെ ഒന്ന് അലക്കി വെക്കണം. അതാകുമ്പോൾ ലോണ്ടറി ബാഗ് അങ്ങ് എംപ്റ്റി ആയിട്ടിരിക്കും. ഇനി വന്നു കഴിഞ്ഞിട്ട് എന്തായാലും അടുത്തൊരു ട്രിപ്പ് തുണി അലക്കാനായിട്ടൊക്കെ ഉണ്ടാവും. എന്നിട്ട് പിന്നെ ഞാൻ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കാമെന്ന് വെച്ചു. കാരണം ഇനിയിപ്പം ഒരു 3-4 ദിവസമായിട്ട് നമുക്ക് ഇനി ചെടിക്കൊന്നും വെള്ളം ഒഴിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് അങ്ങനെ സെറ്റായി വന്നപ്പോഴത്തേക്കും അച്ചു എണീറ്റ് വന്നു. എന്നിട്ട് പിന്നെ ഒരുമിച്ച് കടയിലൊക്കെ പോയി സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന് വെച്ചു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബസ്സിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിശക്കൊക്കെ ആണെങ്കിൽ അന്നേരം തിന്നാനായിട്ട് എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ മേടിക്കാനായിട്ട് നമ്മളിപ്പോൾ കടയിൽ വരെ പോവാണ്. വന്നിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഓർത്ത് വന്ന് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കിയാലോ എന്നുള്ളത്. ഇന്നലെ ഞാൻ പപ്സിൻ്റെ മറ്റേ ആ പേസ്ട്രി അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി മുട്ട എന്തായാലും പുഴുങ്ങാനായിട്ട് വെക്കാവേ. ഞാൻ 4 മുട്ടയാണ് എടുക്കുന്നത്. എന്തായാലും നമുക്ക് പുഴുങ്ങാം. ഞാൻ കഴിഞ്ഞ വർഷം തൊട്ടേ ഈ മുട്ട പപ്സ് ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അന്നേരം ഞാൻ ഈ പപ്സ് പേസ്ട്രി ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല. എന്നിട്ട് പിന്നെ നമുക്ക് അതെടുത്ത് കളയേണ്ടിയൊക്കെ വന്നു. എന്നിട്ട് പിന്നെ ഈ ഒരു വർഷം ഞാൻ ഓർത്തുനിന്ന് പിന്നെ എന്തായാലും നമുക്കൊന്ന് ഉണ്ടാക്കിയാലേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ പേസ്ട്രി മേടിച്ചതാണ്. എന്നിട്ട് പിന്നെ രണ്ടും കൽപ്പിച്ച് ഇന്നത്തെ ദിവസം അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു. കാരണം ഇനി വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണമായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കലൊന്നും നടക്കത്തൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യം സെറ്റ് ആവുമല്ലോ. സത്യം പറഞ്ഞാൽ മുട്ട പപ്സ് ഉണ്ടാക്കണമെന്നുള്ള നിർബന്ധിച്ച ആൾ അച്ചു തന്നെയാണ് കേട്ടോ. അപ്പോൾ അച്ചുവിന് ഞാൻ ഉള്ളി അരിയാനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അച്ചു അത് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ അപ്പത്തെ സൈഡിൽ നിന്ന് ഞാൻ ഈ പേസ്ട്രിയൊക്കെ 6 രീതിയിലൊന്ന് ഡിവൈഡ് ചെയ്ത് വെക്കാമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് 6 പപ്സായിട്ട് കിട്ടുമല്ലോ. പക്ഷെ ഞാൻ ഇതിനകത്ത് എടുത്തത് 4 മുട്ട എങ്ങാണ്ടാണ് കേട്ടോ. അതിന് ഞാൻ ഡിവൈഡ് ചെയ്താണ് ഇട്ടത്. അപ്പം നമുക്ക് 2 ഹാഫ് മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ അല്ലാതെ തിന്നു. ബാക്കി 6 മുട്ടകൾ നമ്മൾ അല്ലാണ്ട് അങ്ങനെ അതിനകത്തങ്ങ് പേസ്ട്രിക്കകത്തങ്ങ് വെച്ച് പപ്സ് രീതിയിലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോക്കകത്ത് റെഫർ ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഈ ഒരു പപ്സ് ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് ഡൗട്ട് വന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പപ്സ് പോലെ മടക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ എന്താ തേക്കുന്നതെന്നുള്ളത് എനിക്ക് നല്ല രീതിയിൽ ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ടറാണോ അതോ എഗ്ഗാണോ എന്നുള്ളത്. അപ്പോൾ ചില വീടിക്കകത്ത് ബട്ടറാന്ന് പറയുന്നുണ്ട്, ചില വീടിക്കകത്ത് എഗ്ഗെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബട്ടറില്ല, പക്ഷേ നെയ്യ് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തുന്നത് പിന്നെ ഒരു മുട്ട ഇരിപ്പുണ്ട്, എന്നാൽ പിന്നെ മുട്ട എന്തായാലും നമുക്ക് ഇതിന് മുകളിൽ തേച്ച് കൊടുക്കാമെന്നുള്ളത്. അങ്ങനെ മുട്ടയാണ് ഞാൻ തേച്ച് കൊടുത്തത്. പക്ഷെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ പപ്സ് വന്നത്. അപ്പോൾ ഞാൻ ഈ പപ്സ് ഉണ്ടാക്കിയത് എയർ ഫ്രയറിലാണ് കേട്ടോ. 180 ഡിഗ്രിയിൽ 15 to 18 minutes ആണ് ഞാൻ വെച്ചത്.
നല്ല രീതിയിൽ മൊഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റും ആയിരുന്നു. പിന്നെ ഓരോ എയർ ഫ്രയറിലും ഓരോ രീതിയിലാണ് കേട്ടോ ഇതൊന്നും ആയി വരുന്നത്. അപ്പം ഞങ്ങളുടെ എയർ ഫ്രയറിൽ ഇങ്ങനെ ആയിരുന്നു. എന്തായാലും കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ സാധനം ഈ ഒരു വർഷം തുടക്കത്തിൽ തന്നെ ഞാനത് ഉണ്ടാക്കി. ഈ നമ്മൾ ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുമ്പം അത് ഒടുവിൽ സക്സസ് ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനത്തെ ഒരു സന്തോഷമായിരുന്നു എനിക്കിന്ന്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് പപ്സൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്കാണെങ്കിൽ എപ്പോഴെപ്പോഴും ഇങ്ങനെ സ്നാക്സൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്ന് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ സ്നാക്സൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്നൊക്കെ തോന്നും. അന്നേരമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനങ്ങളാണ് ഇങ്ങനത്തെ ഈ പപ്സും പരിപ്പുവട അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അങ്ങനെ അതൊക്കെ സെറ്റായി. ഇനിയിപ്പം ഞാൻ ഉറങ്ങാനായിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് കിടന്ന് വന്നപ്പോഴാണ് വെളിയിലൊന്നും ഭയങ്കരമായിട്ട് അങ്ങോട്ട് സ്നോ ഒക്കെ പെയ്യുന്നത്. അങ്ങനെ ഒത്തിരി ഭയങ്കരമായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ, ചെറിയ രീതിയിലൊക്കെയാണ് സ്നോ ഒക്കെ പെയ്തത്. പക്ഷെ പിറ്റേ ദിവസം വെളുപ്പിനെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഇതൊക്കെ മെൽറ്റായി വന്നു കേട്ടോ. ഈ ഒരു ഇങ്ങനെ കണ്ട ഒരു അന്തരീക്ഷം അല്ലായിരുന്നു ഞാൻ പിറ്റേ ദിവസം വെളുപ്പിന് എണീറ്റ് വന്നപ്പം. നല്ല രീതിയിൽ മെൽറ്റൊക്കെ ആയി വന്നിട്ടുണ്ടായിരുന്നു. ഒരുമാതിരി ഐസ് ഫീൽ ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു ഇരുന്നത്. പക്ഷെ എനിക്ക് സ്നോ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല, കാരണം എനിക്ക് ഓൾറെഡി പനി ഉള്ളിലുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ കുളിച്ചിട്ടൊക്കെ ആയിരുന്നു ഇരുന്നത്. അപ്പം ഞാൻ കുളിച്ചിട്ട് ഇപ്പം വെളിയിലോട്ട് ഇറങ്ങി ഇനി വീണ്ടും പനി പിടിക്കണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ മനഃപൂർവ്വം വെളിയിലോട്ട് ഇറങ്ങിയില്ല. അപ്പോൾ ഈ വീഡിയോസൊക്കെ എടുത്ത് വെച്ചുവാണേ. ഇടയ്ക്കൊക്കെ ആണെങ്കിൽ ഷെഫീൽഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്നോ ഒക്കെ പെയ്യുന്ന ആ ഒരു ടൈമിൽ ഞാൻ ഓർത്ത് ടെൻറ്റ് ജ്വൽസിൽ എന്തുകൊണ്ട് ഈ സ്നോ ഒന്നും പെയ്യുന്നില്ല, ഏത് പട്ടിക്കാട്ടിലാണോ ഞങ്ങൾ നിൽക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഇരുന്നത്. പക്ഷെ ഒടുവിൽ ഇന്ന് തന്നെ സ്നോ അങ്ങോട്ട് പെയ്തു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോയി തിരിച്ചു വന്നു. ഡ്രസ്സൊക്കെ മാറി ഞാനിങ്ങനെ കട്ട വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ട്രിപ്പിന് പോയിട്ടുള്ള സമയമായിട്ടുണ്ട്. എൻ്റെ മുഖത്ത് ആ എക്സൈറ്റ്മെൻറ്റ് കാണത്തില്ല. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ളത്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടനായിരുന്നു ഞങ്ങളെ ട്രെയിൻ സ്റ്റേഷനിലോട്ട് ഡ്രോപ്പ് ചെയ്തത്. അങ്ങനെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ടെൻറ്റ് ജ്വൽസ് ടു ലണ്ടൻ വിക്ടോറിയ ട്രെയിനിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ കാത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ട്രെയിൻ സ്റ്റേഷനിലാണ് കേട്ടുള്ളത്, ടെൻറ്റ് ജ്വൽസ് ട്രെയിൻ സ്റ്റേഷനിൽ. അപ്പോൾ ഇപ്പോൾ സമയം 9:15 9:30-ക്കാണ് നമ്മുടെ ഇവിടുന്ന് ട്രെയിൻ. സ്ലോ ആയിട്ട് പറയുന്നു. 9:30-ക്കാണ് നമ്മുടെ ഇവിടുന്ന് ട്രെയിൻ. അപ്പോൾ നമുക്കിനി ലണ്ടൻ വിക്ടോറിയ ചെന്നിട്ട് കാണാം. അങ്ങനെ ലണ്ടൻ വിക്ടോറിയ എത്തി. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലിക്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലിക്സിൽ കയറുന്നതിൻ്റെ മുന്നേ അവർ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാമ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവർ സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവർ ഫ്ലിക്സിൽ കയറ്റുന്നത്. അപ്പോൾ ഇത്ര നേരമായിട്ട് ഞാൻ ഏത് സ്ഥലത്തിലോട്ടാണ് പോകുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. പക്ഷേ ഇടയ്ക്ക് വീഡിയോയിൽ ആ സ്ഥലം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലമാണ് പാരീസ്. ഞങ്ങൾ രണ്ടുപേരുടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരുന്നു പാരീസ്. അങ്ങനെ ഫൈനലി ഇറ്റ്സ് ഹാപ്പനിങ് എന്നൊക്കെ പറയത്തില്ലേ, അമ്മാതിരി രീതിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ലണ്ടൻ വിക്ടോറിയ ടു ഡോവറാണ് ആദ്യത്തെ ജേണി. ഡോവറിൽ എന്തുകൊണ്ടാണ് നിർത്തുന്നതെന്ന് വെച്ചാൽ ഡോവറിലാണ് നമ്മുടെ പാസ്പോർട്ട് ശരിക്കും അങ്ങോട്ട് നോക്കി സ്റ്റാമ്പൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പാസ്പോർട്ട് അവർ ചെക്ക് ചെയ്ത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും പിന്നെ ഷെങ്കൻ വിസ അടിച്ച് ആ ഒരു സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നുണ്ട്. എന്നിട്ടാണ് അവർ സ്റ്റാമ്പ് ഇടുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫെറിയിലോട്ടുള്ള എൻട്രിയാണ്. അപ്പോൾ ഫെറിയിലെ മറ്റേ ബോർഡിങ്ങും കാര്യങ്ങളൊക്കെ അവർ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഫ്ലിക്സ് അങ്ങോട്ട് കയറ്റുന്നത്, ഫെറിയിലോട്ട് കയറ്റുന്നത്. എന്നിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടി അവിടെ ഇറങ്ങിയിട്ട് ഫെറിയിലൊരു 1.5 to 2 മണിക്കൂറോളം ഉണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ടയേർഡായിരുന്നു. കാരണം ഒന്നാമത് ഡ്യൂട്ടി കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്നത്. അപ്പം അത്രയ്ക്കും ക്ഷീണം ഉണ്ടായിരുന്നു മുഖത്ത്. പിന്നെ ഞാൻ പോകുന്ന വഴിക്കൊക്കെ ഫുള്ള് ചുമയായിരുന്നു കേട്ടോ. എൻ്റെ ആ ചുമ ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ കണ്ടിന്യൂസ് ചുമയായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, പനിയൊന്നും ഇല്ല കേട്ടോ, ടെമ്പറേച്ചറൊന്നുമില്ല, ജസ്റ്റ് ഈ ചുമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡോവറിൽ നിന്നുള്ള ആ ഒരു എൻട്രി തൊട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. കാരണം ഫുള്ള് ഈ മറ്റേ ബ്ലൂ ലൈറ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വണ്ടി മാത്രമല്ല, ട്രക്കും പിന്നെ പ്രൈവറ്റ് കാഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവരും പോകുന്നുണ്ട് അങ്ങനെ ഫെറിയിലൊക്കെ കയറി. യൂഷ്വലി മിക്ക ആൾക്കാരും ഈ പാരീസിലോട്ടുള്ള ട്രിപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള മിക്ക ആൾക്കാരും ഈ ഫ്ലൈറ്റ് ജേർണി അല്ലെങ്കിൽ ട്രെയിൻ ജേർണി ഒക്കെ എടുക്കുന്നത്. അപ്പം ബസ് എടുക്കുന്നത് ഞാൻ ഇന്ന് വരെ കേട്ടില്ല. ഈവൻ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ബസ്സിലൊന്നും പോയിട്ടേ ഇല്ല. അപ്പം ഞങ്ങൾ ബസ്സിൽ പോകുന്ന ആ ഒരു ടൈമിൽ ബസ്സിന് നേരത്തെ ഞാൻ ട്രിപ്പിന് പോയിട്ടുണ്ട്. ഞാൻ സ്കോട്ട്ലൻഡ് വരെ ബസ്സിന് തന്നെ പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ അമ്മാതിരി ട്രിപ്പൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ഫെറി കയറും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഒന്നും എനിക്കില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഫെറിയിലോട്ട് കയറാൻ തുടങ്ങുമ്പോഴത്തേക്കും ആ ഒരു കാര്യം കൂടി വന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെയും ഭയങ്കരമായിട്ട് അങ്ങോട്ട് എക്സൈറ്റ്മെൻറ്റ് എനിക്കും കൂടി. പക്ഷെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ ഈ ഒരു ഫെറിയിൽ കയറാമെന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമല്ലേ. അപ്പോൾ അത് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പം ആരെങ്കിലുമൊക്കെ പാരീസിലോട്ട് പോകുന്ന ഒരു ട്രിപ്പിൽ ഇങ്ങനെ
ബസ്സോ അങ്ങനത്തെ ഫ്ലൈറ്റോ അങ്ങനത്തെ വല്ല എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ ഒരു ഡിഫറെൻറ്റ് രീതിയിലൊരു എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ബസ്സിൽ തന്നെ പോകണം കേട്ടോ. പിന്നെ ഓരോ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടിനും ഓരോരോ എക്സ്പീരിയൻസസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഈ ബസ്സിൽ പോയതുകൊണ്ടാണ് ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തത്. ഇപ്പോൾ ഫ്ലൈറ്റും ട്രെയിനും ഞങ്ങൾ അങ്ങനെ ട്രിപ്പിനൊന്നും പോയിട്ടൊന്നുമില്ല. എന്തായാലും നിങ്ങൾ ഏതെങ്കിലും ഒരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് എടുക്കുമ്പോൾ ആ ഒരു ടൈമിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും വെച്ച് കമ്പയർ ചെയ്ത് നോക്കണം കേട്ടോ. ഈവൻ റേറ്റ് ആണെങ്കിലും ലഗേജിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈവൻ എത്ര ട്രാവലിംഗ് ആഴ്സാണ് വരുന്നത് എന്നുള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങളൊരു ട്രാൻസ്പോർട്ട് ബുക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഫ്ലിക്സ് എന്ന് പറയുമ്പം ഫ്ലിക്സ് അത്യാവശ്യം നല്ല രീതിയിൽ ട്രാവലിംഗ് ആഴ്സ് ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം ഒരു 8 to 10 hours വന്നിട്ടുണ്ട് ഫ്ലിക്സ് ടോട്ടൽ ട്രാവലിംഗ് ആഴ്സ് ഇൻക്ലൂഡിങ് ഫെറി. അപ്പം അത്രയും ആഴ്ച നമ്മൾ ആ ബസ്സും ഫെറിയിലൊക്കെ മാറി ഇങ്ങനെ കയറി ഇരിക്കേണ്ടൊക്കെ ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബസ്സിൽ അത്രയും ഒത്തിരി മണിക്കൂർ നമ്മൾ ബസ്സിലിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മടുക്കും. പിന്നെ ഈ നൈറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് അത്രയും വലിയ പ്രശ്നമില്ല, കാരണം നമ്മൾ അങ്ങനെ ഉറങ്ങി അങ്ങ് പൊക്കോളും. അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അങ്ങനെ കഥ പറഞ്ഞ് നമ്മളിപ്പോൾ ഫെറിയിലോട്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ട്. ഇനിയിപ്പം പതൊക്കെ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മളിപ്പോൾ ഫെറിക്കകത്ത് കയറാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ നമുക്കൊരു കൂപ്പണൊക്കെ തരും. അപ്പോൾ ആ കൂപ്പൺ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ പതുക്കെ അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് അങ്ങോട്ട് നടക്കുക. എന്തായാലും കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. ജേണിയൊക്കെ നല്ല അടിപൊളിയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഫെറി സ്റ്റാർട്ട് ചെയ്തൊക്കെ കഴിഞ്ഞ് ഈ നടക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പാടാണ് കേട്ടോ. എനിക്കൊക്കെ ഭയങ്കര പാടായിരുന്നു, കാരണം ഫെറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ നടക്കാനൊക്കെ തുടങ്ങിയപ്പോൾ എനിക്കൊരുമാതിരി തല ഇറങ്ങുന്നൊക്കെ ഒരു ഫീലൊക്കെയാണ് വന്നത്. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ആ ഒരു ഫീലായിരിക്കും, ചില ആൾക്കാർക്ക് ഒരു നോർമൽ ഫീൽ തന്നെ ആയിരിക്കും. എന്തായാലും ഞങ്ങളൊരു ഹോട്ട് ചോക്ലേറ്റും ഒരു ക്രോസും ആയിരുന്നു ആ ഒരു കൂപ്പൺ വെച്ചിട്ട് മേടിച്ചത്. ഹോട്ട് ചോക്ലേറ്റ് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ക്രോസോ നല്ലായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അതൊക്കെ എൻജോയ് ചെയ്ത് അങ്ങോട്ട് സൈഡ് വിൻഡോ ഒക്കെ കണ്ട് അവിടെ സീനറി ഒക്കെ കണ്ടിരിക്കുകയാണ്. വലുതായിട്ട് സീനറി ഒന്നും കാണാൻ പറ്റത്തില്ല, പിന്നെ ഈ വെള്ളം മാത്രമേ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. എന്നിട്ട് പിന്നെ ഞാൻ ഓർത്തുന്ന പതൊക്കെ അങ്ങോട്ട് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങിയാലോ എന്നുള്ളത്, കാരണം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉറക്കം അങ്ങോട്ട് വരുന്നുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പാരീസ് എത്തിയാൽ മതി എന്നുള്ള ഫീൽ തന്നെയായിരുന്നു, കാരണം എനിക്ക് ഉറക്കക്ഷീണം അതുപോലെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ ഒന്ന് ഉറങ്ങി എണീറ്റ് വന്നപ്പോഴത്തേക്കും നമ്മുടെ മറ്റേ ആ ഒരു ബോർഡർ എത്തിയിട്ടുണ്ട്, ഫ്രാൻസിലോട്ടുള്ള ആ ഒരു ബോർഡർ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എല്ലാം സ്പീഡായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അധികം അങ്ങോട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല, കാരണം ഞാൻ ബസ്സിൽ കയറിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഇൻട്രോ ഉള്ളൊരു വീഡിയോ മാത്രം എടുത്തു, പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഫ്രാൻസ് ടൈം UK-നെക്കാട്ടും ഒരു 1 hour മുന്നോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയത് ഒരു 11 മണി ആയപ്പോഴാണ്. എന്ന് വെച്ചാൽ UK-യിൽ ഒരു 10 മണി രാവിലെയാണ് നമ്മൾ എത്തിയത്. അപ്പോൾ ഈ ഒരു സറൗണ്ടിങ് ആണ് ബസ് സ്റ്റേഷന്, അവിടുത്തെ ബസ് സ്റ്റേഷൻ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് നമ്മൾ ബസ് സ്റ്റോപ്പ് വരെ നടന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് പിടിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ ഹോട്ടലിൽ എത്താനായിട്ട്. അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഫ്രഞ്ചിലാണോ മിണ്ടുന്നതെന്നുള്ളൊരു ടെൻഷനൊക്കെ അടിച്ചായിരുന്നിരുന്നത്. പിന്നെ ഗൂഗിൾ അമ്മച്ചി ഉണ്ടല്ലോ, നമ്മളെന്തോ അവരിപ്പോൾ ഫ്രഞ്ചിൽ അങ്ങനെ മിണ്ടുകയാണെങ്കിൽ എന്നാൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇരുന്നത്. പക്ഷേ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, അവരും ഇംഗ്ലീഷിലാണ് മിണ്ടിയത്. അങ്ങനെ ഫൈനലി നമ്മുടെ ഹോട്ടലൊക്കെ എത്തി. എക്ലോ എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തത്. തൊട്ടപ്പുറത്ത് തന്നെ മെർക്യൂർ ഹോട്ടലുണ്ടായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഹോട്ടലായിരുന്നു, റൂമൊന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. Booking.com ഏറ്റവും ചീപ്പസ്റ്റ് ഹോട്ടൽ നോക്കിയിട്ടാണ് ബുക്ക് ചെയ്തത്. പക്ഷേ ആ റേറ്റിന് നല്ലൊരു ഹോട്ടലാണ് കേട്ടോ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഹോട്ടലാണ്. പിന്നെ തൊട്ടിപ്പുറത്തൊക്കെ വേറെ ഹോട്ടൽസൊക്കെ ഉണ്ട്. അങ്ങനെ ട്രാവൽ ചെയ്ത് വന്ന് ക്ഷീണമൊക്കെ തീർത്തിട്ട് പിന്നെ ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പം ഞങ്ങളൊന്ന് പുറത്തിറങ്ങാമെന്നുള്ള രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തത്. കാരണം സ്നാക്സും കാര്യങ്ങളൊക്കെ ഒന്ന് മേടിക്കാമെന്ന് വെച്ചു. അങ്ങനെ പുറത്തിറങ്ങി ആദ്യം കണ്ടൊരു സൂപ്പർ മാർക്കറ്റിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. G20 എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ ബിസ്ക്കറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാമെന്നുള്ള രീതിയിലാണ് പോയത്. എന്നിട്ട് പിന്നെ തിരിച്ചു വരുന്ന ആ ഒരു വഴിക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് ഹോട്ടലിലോട്ട് കയറാമെന്നുള്ള രീതിയിലാണ് ഇരുന്നത്. അതാകുമ്പോൾ പിറ്റേ ദിവസം രാവിലെ പിന്നെ ഇറങ്ങിയാൽ മതിയല്ലോ. എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നേരെ പോയത് ബർഗർ കിങ്ങിലോട്ടാണേ. പോകുന്ന വഴിക്ക് അൽഡിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽഡിയുടെ സിമ്പിൾ അവിടത്തെയും UK-ലെയുമായിട്ട് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെ ബർഗർ കിങ്ങിൽ വന്നു, അവിടെ ബർഗറും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡർ ചെയ്തു. അവിടെ നിന്ന് കഴിച്ചിട്ട് ഇനിയിപ്പോൾ പതുക്കെ ഹോട്ടലിലോട്ട് തിരിച്ചു പോകാമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡ് ആയതുകൊണ്ട് ബാക്കി അങ്ങോട്ട് വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാനായിട്ട് പോവാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ ഞാൻ വേറെ പാരീസ് വിശേഷമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ് സൈനിങ് ഓഫ്.